ഹലോ. സോ ഇന്നത്തെ ചാറ്റ് കുറച്ച് പേഴ്സണൽ ആക്കാമെന്ന് വിചാരിച്ചു. ഈ തെറാപ്പിയും മെഡിസിൻസിനും കുറച്ചാണ്. ഇതൊക്കെ കുറേ വീഡിയോസ് ഇതിനെ പറ്റി എല്ലാവരും നല്ല എന്താ പറയുക പ്രൊഫഷണൽ എക്സ്പേർട്സ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഇവിടെ എൻ്റെ ചാനലിൽ ഞാൻ കൂടുതൽ എൻ്റെ എക്സ്പീരിയൻസും എനിക്ക് പറയാൻ തോന്നുന്ന എൻ്റെ പേഴ്സണൽ വ്യൂ മാത്രമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. ഇഫ് യു ആർ ടേക്കിംഗ് മെഡിസിൻസ് ഫോർ യുവർ മെൻ്റൽ ഹെൽത്ത്, പ്ലീസ് ഡോണ്ട് ഫീൽ അഷെയിംഡ്. അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഇതൊരു സ്റ്റിഗ്മയായിട്ട് കിടപ്പുണ്ട് ചിലവരുടെ മനസ്സിലല്ലേ. ഞാനും ഒരു കാലത്ത് അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറയണമെന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഐ എം ടേക്കിംഗ്. ഓക്കെ, ലോ ഡോസിൽ ഇപ്പോഴും ഞാൻ എടുക്കുന്നുണ്ട്. സോ മെഡിസിൻസ് എടുക്കുന്നതുകൊണ്ട് ഞാൻ വീക്കാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലല്ല. ലൈക്ക് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകും, ഞാൻ വീക്കായതുകൊണ്ടാണോ, മെൻ്റലി വീക്കാവുന്നത് വലിയ പ്രശ്നമാണോ, ലൈക്ക് എന്തിനാ എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ വന്നേ. പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യം, പലരും ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ആക്ച്വലി ഞാനും ഇതുപോലെ തന്നെ ഡിപ്രഷൻ, ആൻറ്റി ഡിപ്രഷൻസ് തന്നെയാണ് കഴിക്കേണ്ടി വന്നത്. 3 വർഷത്തോളമായിട്ട് ഞാൻ മെഡിസിൻസ് മാറ്റേണ്ടി വന്നു. സ്റ്റിൽ ഹാവ് ടേക്കൺ. അതിൻ്റെ ഇടയിൽ എനിക്ക് അത് മെഡിസിൻസ് എടുക്കുമ്പോൾ പോലും പലപ്പോഴും എനിക്ക് പാനിക് അറ്റാക്സ് ഉണ്ടായിട്ടുണ്ട്. കുറേ എപ്പിസോഡ്സ് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ഞാൻ മെഡിക്കൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ, ഞാൻ 3rd ഇയർ കഴിയാൻ പോകുന്ന സ്റ്റുഡൻ്റാണ്. സോ എനിക്ക് ഫസ്റ്റ് ഇയർ മുതൽ തന്നെ പലരും വിചാരിക്കും മെഡിക്കൽ സ്കൂൾ റിലേറ്റഡ് ആയിട്ടാണ്. യെസ്, ഐ ഗോട്ട് സം സ്ട്രെസ്, ബട്ട് സ്റ്റിൽ എനിക്ക് കുറച്ച് ട്രോമ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട് ഇങ്ങനത്തെ ഡിപ്രഷനിലാണ് കാരണം. സോ എനിക്ക് അവിടുന്ന് പലപ്പോഴും പാനിക് അറ്റാക്സ് വന്ന് അവിടെ വീണിട്ടുണ്ട്. ലൈക്ക് എൻ്റെ കൈയും കാലൊക്കെ ബ്ലൂഷ് സൈനോട്ടിക് ആയിട്ട്, ലൈക്ക് ഹൈപ്പർവെന്റിലേറ്റ് ആയി, കാർപ്പൽ സ്പാസം വന്ന് എനിക്കൊന്ന് എഴുന്നേൽക്കാൻ പോലുമുള്ള ശക്തിയില്ലാത്ത അവസ്ഥയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ ജഡ്ജ് ചെയ്യും. കാരണം പലർക്കും ഇതിനെപ്പറ്റി അറിയാം. എനിക്ക് ഫസ്റ്റ് പാനിക് അറ്റാക്ക് വന്നപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഐ ജസ്റ്റ് റിമെമ്പർ എനിക്കിങ്ങനെ ബ്രീത്ത് എന്താ പറയുക ഭയങ്കര റാപ്പിഡായിട്ട് എടുക്കുന്നത് ഓർമ്മയുണ്ട്. ആൻഡ് മൈ ഹാൻഡ് ഗോട്ട് സ്പാസം പോലെ ഇങ്ങനെ കൈ ഇങ്ങനെ വന്നു, കാർപ്പൽ സ്പാസം അത് വന്നു. അത് കൂടുതൽ കാൽഷ്യം ഡെഫിഷ്യൻസി ഇങ്ങനെ വരിക, അല്ലെങ്കിൽ ഇതുപോലെ ഹൈപ്പർ വെന്റിലേഷൻ ആകുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്താ എനിക്കിങ്ങനെ വരുന്നത്, എനിക്കിതിനെ പറ്റിയൊരു ധാരണയില്ല. ഫസ്റ്റ് ഇയറിൽ എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്നാണ്. പിന്നെയാണ് ഞാൻ പല തരത്തിലുള്ള സിമ്പത്തറ്റിക് സിസ്റ്റത്തിലുണ്ടാകുന്ന പല മാറ്റങ്ങളെ പറ്റി അറിയാൻ തുടങ്ങിയത്. ലൈക്ക് നമ്മുടെ ബോഡി എങ്ങനെയാണ് ലൈക്ക് ട്രിഗേഴ്സിനെ എന്താ പറയുക വെൽക്കം ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെ പഠിക്കാൻ തന്നെ കുറേ സമയം എടുത്തിട്ടുണ്ട്. പല ആളുകളും ഇത് ഫേസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പോഴും ട്രെമേഴ്സ് വരാറുണ്ട്. ആൻഡ് ഇതന്നെ പെട്ടെന്ന് ഹാർട്ട് റേറ്റ് പെട്ടെന്ന് കൂടുന്ന പോലെ തോന്നുന്നു. ബ്രീത്ത് എടുക്കാൻ പോലും പറ്റില്ല. എല്ലാവരും പറയും ജസ്റ്റ് ബ്രീത്ത് എടുക്കും. ലൈക്ക് ഇറ്റ്സ് നോട്ട് ഈസി. പറയുന്ന പോലെ അങ്ങനെ പറ്റില്ല. നമ്മൾ റീബ്രീത്ത് ചെയ്യുമ്പോൾ അതെ നമ്മളൊരു ബാഗൊക്കെ ഉപയോഗിച്ചിട്ടാണ് റീബ്രീത്ത് ചെയ്യുക. ബട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അത് ആ സമയത്ത് നമ്മളൊന്നും കേൾക്കില്ല. നമ്മുടെ മനസ്സ് തന്നെ ക്ലൗഡഡ് ആയിരിക്കും. നമുക്ക് ബാക്കിയുള്ള ആൾക്കാർ എന്താണ് നമ്മൾ സംസാരിക്കുന്നതെന്നൊന്നും മനസ്സിലാവാൻ പറ്റില്ല. അപ്പോൾ അതിതുകൊണ്ട് തന്നെയാണ് അത് ആ ഒരു സ്റ്റേജിൽ നമ്മളൊരു ആൻസൈറ്റി അറ്റാക്ക് വരുമ്പോൾ, പാനിക് അറ്റാക്ക് വരുമ്പോൾ നമുക്കതൊന്നും കേൾക്കില്ല. നമ്മൾ ചുറ്റുള്ളതൊന്നും അറിയില്ല. ഐ എം ഇൻ സം ഡേഞ്ചർ, എനിക്കെന്തെങ്കിലും സംഭവിക്കും, എൻ്റെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കും, അങ്ങനെ ഒരു അവസ്ഥയാണ്. അത് ഇറ്റ്സ് റിയലി പെയിൻഫുൾ. പക്ഷേ സംഭവിക്കില്ല, പിന്നീടൊന്നും സംഭവിക്കില്ല. ലൈക്ക് ഇത് ലൈഫ് ത്രെറ്റനിങ് ആണെന്ന് പറയില്ല. ഇത് കൊണ്ടുണ്ടാകുന്ന വിഷമം കൊണ്ട്, ടെൻഷൻ കൊണ്ട് ലൈഫ് ത്രെറ്റനിങ് ആണ്. ബട്ട് ഇത് ആ ഇൻസ്റ്റൻറ്റിൽ പാനിക്കായി എന്ന് വിചാരിച്ചിട്ട് നമുക്കൊന്നും സംഭവിക്കണമെന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് റിയലി സാഡ് അല്ലേ. ഇങ്ങനെ പെട്ടെന്ന് ഇതുപോലെ എപ്പിസോഡ്സ് വരുന്നു, ആൾക്കാർ മുന്നിൽ ആളുകൾ ജഡ്ജ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ മൊമെൻറ്റ്സിൽ എന്തൊക്കെ തോന്നുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് എന്താണ് പറ്റുന്നത് മനസ്സിലാവില്ല. വെൽ ഐ എവർ ബിക്കം ഓക്കെ. അതൊക്കെ എൻ്റെ ചിന്തയിൽ തന്നെയായിരുന്നു. പിന്നെ ലൈക്ക് അബൌട്ട് ട്രോമ, ഇത് സെൽഫ് വർത്ത് ഇഷ്യൂസ് അത് നന്നായിട്ടുണ്ടായതാണ്. പല ആൾക്കാർക്കൊന്നും ഉണ്ടാവും. ലൈക്ക് പീപ്പിൾ ജഡ്ജ് ചെയ്യുന്നത്, ആൾക്കാർ ഇങ്ങനെ നോക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ചിലർ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ പറയും. ലൈക്ക് ചിലപ്പോൾ നമ്മൾ ഓൾറെഡി സ്ട്രഗിൾ ചെയ്യുമ്പോൾ തന്നെ ചില വേർഡ്സ് വളരെ നമ്മളെ വേദനിപ്പിക്കാറുണ്ട് അല്ലേ. ആൻഡ് സാഡ്ലി ചില പ്രൊഫഷണൽ പീപ്പിൾ പോലും എന്നെ ജഡ്ജ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ വളരെ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ കെയർ തന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, ഐ എം ഓൾവേസ് താങ്ക്ഫുൾ ഫോർ ദോസ് പീപ്പിൾ. പക്ഷേ ആ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ഞാൻ തെറാപ്പിയും മെഡിസിൻസിനും വെറുക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത് പെട്ടെന്ന് മാറുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ എക്സ്പീരിയൻസ് കൊണ്ട് എന്താ പറയുക, അതിൽ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ ഞാൻ പഠിച്ചു. ബിക്കോസ് തെറാപ്പി ഡിഡിൻ മാജിക്കലി എറേസ് മൈ പെയിൻ. ഓക്കെ, നമ്മുടെ ഉള്ളിലുള്ള വിഷമം പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റില്ല. അതെനിക്ക് എന്താ പറയുക ബ്രീത്ത് ചെയ്യാനുള്ള സ്പേസ് തന്നു. എനിക്ക് എന്താ പറയുക തെറാപ്പി ഞാൻ ആരാണെന്നും എന്നിൽ എന്താണുള്ളതും എന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള റിയലൈസേഷനാണ് ഈ തെറാപ്പി എന്ന് പറയുന്നത്. ഒരു നല്ല സൈക്കോളജിസ്റ്റിന്, നല്ലൊരു തെറാപ്പിസ്റ്റിനെ കിട്ടുന്നത് തന്നെ ഒരു എന്താ പറയുക റൈറ്റ് ഡിസിഷൻ ആയിരിക്കണം, റൈറ്റ് ചോയ്സ് ആയിരിക്കണം. സോ
സോ ഇത് മെഡിസിൻ എടുത്തത് കൊണ്ട് എനിക്കിത് പലപ്പോഴും സർവൈവ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു പനി ജലദോഷം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡോക്ടറെ കാണിക്കില്ലേ? അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മെഡിസിൻസും. ലൈക്ക് നമ്മുടെ ബോഡിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഡിസിൻസ് ഡോക്ടേഴ്സ് നോക്കി കണ്ടു തരണം. നമുക്ക് ആ മെഡിസിൻസ് കഴിച്ചിട്ട് വേറെ വല്ല സിംറ്റംസ് ഉണ്ടെങ്കിൽ സോ വി ഷുഡ് ഡെഫിനറ്റ്ലി മീറ്റ് ദിസ് ഡോക്ടർ ആൻഡ് ടെൽ ദം എന്താണ് നമുക്ക് തോന്നുന്നത്. അവരതിനനുസരിച്ചിട്ടുള്ള ഡോസ് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് അവർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യും. അങ്ങനെ ആകുമ്പോഴാണ് ഇത് മാറുള്ളൂ. ആൻഡ് ഇത് കഴിക്കുന്നത് എന്താ പറയുക, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. സാധാരണ മരുന്ന് കഴിക്കുന്നത് പനിക്കും ജലദോഷത്തിനൊക്കെ കഴിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഹീലിംഗ് ഒരു സ്വിച്ച് ഇട്ട പോലെ മാറുന്നതല്ല. ഓക്കെ, ഇറ്റ്സ് മോർ ലൈക്ക് പെട്ടെന്ന് എന്താ പറയുക, നമ്മൾ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചു. സോ ബാറ്ററി 1% പെട്ടെന്ന് ചാർജ് ആവാൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് 1% ആവില്ല, ചിലർക്ക് അത് 2% ആവും, ചിലർക്ക് അതൊരു 50% ആക്കും. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ. കാരണം അത് വ്യത്യാസം ഉണ്ടാകും അല്ലേ. ചിലർക്കത് പെട്ടെന്ന് ചാർജ് ആവാൻ പറ്റും, ചിലർക്കത് കുറച്ചും കൂടി ടൈം എടുക്കും. അതുപോലെ തന്നെ സോ ഇറ്റ്സ് സ്ലോ, പക്ഷേ ഇറ്റ് ഇസ് മൂവിങ് അല്ലേ. ഇറ്റ്സ് സ്റ്റിൽ ചാർജിങ്, ഇറ്റ്സ് മൂവിങ്. അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോഴും പെർഫെക്റ്റ് അല്ല, ബട്ട് എനിക്കും ഇതുപോലെ ഡിഫിക്കൽട്ടി ഡേയ്സ് ഉണ്ട്. പക്ഷേ പണ്ടത്തിൽ നിന്ന് എനിക്ക് ആൻസൈറ്റി അറ്റാക്സ്, പാനിക് അറ്റാക്സ് ഉണ്ടാവാറില്ല, കുറവാണ്, വളരെ കുറവാണ്, വളരെ റെയറാണ്. പണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫ്രീക്വൻ്റ് ആയിരുന്നു എനിക്ക്, ബട്ട് ഇപ്പം എനിക്കതില്ല, ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ എനിക്കിതിന് ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആഫ്റ്റർ ഓൾ ഈ മെഡിസിൻസ് ആൻഡ് തെറാപ്പിയുടെ മെയിൻ തിങ് എന്ന് പറയുന്നത് ഹോപ്പാണ്. ഐ ഹാവ് ഹോപ്സ്. ഹോപ്പ് ആസ് എ ബ്യൂട്ടിഫുൾ മെഡിസിൻ ടു. ഓക്കെ, ചില ആളുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇഫ് സമ്മൺ ഈസ് ടേക്കിംഗ് മെഡിസിൻസ്, ചിലരതിനെ എതിർക്കുന്നുണ്ട്. പലരും എന്നോട് എതിർത്തിട്ടുണ്ട്, എന്തിനാണ് ഇതിൻ്റെ മരുന്നൊക്കെ കഴിക്കണേ, ജസ്റ്റ് ബി പോസിറ്റീവ്, സ്റ്റോപ്പ് ഓവർ തിങ്കിങ്, ലൈക്ക് യോഗ ചെയ്യുക അങ്ങനെയൊക്കെ പറയും. യോഗ ഇസ് എ ഗുഡ് തിങ്, പക്ഷേ എന്നായിട്ട് പറയാം, പിന്നീട് പറയാം. പക്ഷേ ഇതങ്ങനെ ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇതൊന്നും ഫിസിക്കലി വേറെ അസുഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആരും ഇങ്ങനെ പറയില്ല. പക്ഷേ മെൻ്റൽ ഹെൽത്തിന് മാത്രമാണ് പലരും ഇങ്ങനെ പറയുന്നത്. പെട്ടെന്ന് പോസിറ്റീവായി ചിന്തിക്കുക അങ്ങനെയൊക്കെ പറയുന്നത്. ഈ ടോക്സിക് പോസിറ്റിവിറ്റി തന്നെ എന്താ പറയുക, വേറിട്ട് സംസാരിക്കാൻ പറ്റിയൊരു വിഷയമാണ് ആക്ച്വലി. ചിലർ വരെ പ്രാർത്ഥിച്ചാൽ മാറുന്നത്. ഓക്കെ, വിശ്വാസങ്ങൾ നല്ലതാണ്, വിശ്വസിക്കുന്നത് കൊണ്ട് ഹീലിംഗ് അല്ലെങ്കിൽ സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ദെയർ ചോയ്സ്, ഇറ്റ്സ് റിയലി ഗുഡ്. പക്ഷേ ഇവിടെ നമ്മളെന്താ പറയുക, മെഡിക്കൽ ഹെൽപ്പ് എടുക്കണം, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്താൽ മാത്രമേ ഇത് മാറുള്ളൂ. ഓക്കെ, ആൻഡ് ഇതൊക്കെ ഭയങ്കര ഈസിയാണ്. ഇഫ് ഇറ്റ് വെർ ദാറ്റ് ഈസി, ബിലീവ് മീ, ദേ വുഡ് ഹാവ് ഡൺ ഇറ്റ് ഓൾറെഡി അവരിത് ചെയ്തിട്ടുണ്ടാവും. അപ്പം നിങ്ങളുടെ ഉപദേശത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ആൻഡ് ഐ വുഡ് ജസ്റ്റ് വാണ്ട് ടു ടെൽ ലൈക്ക് കൈൻഡ്നസ് കോസ് നത്തിങ് ആൻഡ് ജഡ്ജ്മെൻറ്റ് കോസ് സമ്മൺ ഗെറ്റ് പീസ്. സോ ജഡ്ജ് ചെയ്യുമ്പോൾ കൈൻഡ്നസ് നല്ല പ്രശ്നമില്ല, ലൈക്ക് ജഡ്ജ് ചെയ്യുമ്പോൾ അത് ഒരാളുടെ മനസ്സമാധാനമാണ് നഷ്ടപ്പെടുത്തുന്നത്. So if you're watching this and you're in therapy and or taking these medicines, I am genuinely proud of you people because you're not weak. You're choosing to heal. അവിടെ നിങ്ങൾക്ക് എന്താണ് ഹീൽ ചെയ്യണമെന്ന് ഓപ്ഷൻ ഉണ്ട്. നിങ്ങളത് റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് നിങ്ങൾ എടുത്തതിന് കൺഗ്രാജുലേറ്റ് ചെയ്യാണ് ഞാൻ. ഓക്കെ, അത് വലിയൊരു കറേജാണ്. ആൻഡ് ഇഫ് ടുഡേ ഫീൽസ് ഹെവി, one small reminder, it's okay, it's very okay to ask for help and it's okay to rest. It's okay to heal slowly and healing എന്ന് പറയുന്നത് ഒരു റേസ് പോലെ ഒന്നുമല്ല. ഇറ്റ്സ് നോട്ട് എ റേസ്. ഓക്കെ, വീഡിയോ ഇസ് ഓൺലി അബൌട്ട് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമാണല്ലോ കേട്ടോ പറയുന്നത്. ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫോർ എവ്രി വൺ. ആൻഡ് ഇഫ് യു ആർ സ്ട്രഗ്ലിംഗ്, എന്താ ചെയ്യേണ്ടത്, പ്ലീസ് റീച്ച് ഔട്ട് ടു എ ക്വാളിഫൈഡ് മെഡിക്കൽ പ്രൊഫഷണൽ. ഓക്കെ, മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലായിട്ട് എന്താ പറയുക, കോൺടാക്ട് ചെയ്യുക, ഓർ സമ്മൺ യു ട്രസ്റ്റ്. ആൻഡ് യു ഡോണ്ട് ഹാവ് ടു ഗോ ത്രൂ ഇറ്റ് alone. Okay, so thank you for sitting with me today. See you in another little chat. Bye. Take care.